ചാനൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇനി 1-2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെയും കൂടെ കഥ ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ അമ്മയാണ് എനിക്ക് റോബസ്റ്റ പഴം കൊണ്ടു തന്നത്. എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്, റോബസ്റ്റ പഴം. അപ്പോൾ അത് ഫുള്ള് ഞാൻ തന്നെയാണ് കഴിച്ച് തീർത്തത്. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ചിപ്സൊക്കെ ഇരുന്നത് ഞാൻ എടുത്ത് കഴിക്കുമായിരുന്നു. അതും അപ്പുറത്തെ അവർ തന്നെ കൊണ്ടു തന്നെയാണ്. എനിക്കിങ്ങനെ ഒരെണ്ണം മാത്രമായിട്ട് എടുത്ത് തിന്നുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് കുത്തി കയറ്റുന്നത്. പിന്നെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കിടന്നു. അതാണ് ഇന്നലത്തെ കഥ. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പം അമ്മയെ കാണുന്നില്ല. അമ്മ ഇവിടെ പോയി, അമ്മ കടയിൽ പോയി, എന്നോട് പറയാതാണ് പോയത്. പിന്നെ ഞാൻ പോയി ഡോറൊക്കെ തുറന്നു കൊടുത്ത് ഫ്രണ്ട് എടുത്ത്. അമ്മയ്ക്കാണെങ്കിൽ കൈ നിറച്ച് സാധനം വേണ്ടൊന്നും തുറക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം ഇന്ന് എൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും നല്ല മഴ. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്ന് ഹീമോഗ്ലോബിൻ്റെയൊക്കെ അളവ് നോക്കാനൊക്കെയായിരുന്നു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നൊരു വെറൈറ്റിക്ക് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ പഴങ്കഞ്ഞി കുടിക്കുന്നത്. ഞാൻ ആർത്തിയോട് കൂടി തന്നെ അത് കുടിച്ച് തീർത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ അടുക്കളയിലൊക്കെ ഒന്ന് പോയിരുന്നു. അമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. പക്ഷേ എങ്കിൽ അമ്മ അവിടെ കത്തി അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു. എന്നിട്ട് റൂമിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്കത്തെ ഫുഡ് അതൊക്കെ കഴിച്ചു. പിന്നെ കത്തി അടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനും വൈകുന്നേരം അവിടുത്തെ സ്റ്റാഫൊക്കെ തിരിച്ചു വരുന്നു. അമ്മയും ഞാനും കൂടെ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വിടുകയായിരുന്നു. പിന്നെ അമ്മ വൈകിട്ട് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കഴിച്ചു. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ അമ്മ എന്ന് സ്ഥിരം പറഞ്ഞിട്ട് അമ്മ ഇത് വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറയും. പിന്നെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഈ ഓമയ്ക്ക കഴിക്കാൻ മറന്നിട്ടില്ലായിരുന്നു ഗൈസ്, അതും കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും.